അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ പ്രോഗ്രാം ഇവൻറ്റ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലോഗോ റിവീൽ ചെയ്യാനും വേണ്ടിയിട്ട് KK സുരേഷ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. അദ്ദേഹം CSDS പ്രസിഡൻറ്റും കൂടിയാണ്. സോ ഐ വെൽക്കം സർ KK സുരേഷ് ഫോർ ദിസ്. I request KK Suresh sir to speak a few words. ബഹുമാന്യ യോഗാധ്യക്ഷൻ, വിവന്യ വൈദിക ശ്രേഷ്ഠൻ, മുഖ്യ അതിഥികളായിട്ടുള്ള റവറൻ ഡോക്ടർ തോമസ് മാവുങ്കൽ, ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അഭിമന്യ വൈദിക ശ്രേഷ്ഠന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട വേദി വിട്ട അഡ്വക്കേറ്റ് സജി കെ ചേരമൻ, ജെയിംസ് മാണ്ടനാട്, ബിനോയ് ജോസഫ്, ശ്രീ BL ജോസ്, VV സോമൻ, IDF പ്രസിഡന്റ് ഷൺമുഖൻ സാറ്, ശ്രീമതി ലത, പ്രത്യേകിച്ച് വിശിഷ്ട വ്യക്തിത്വം അരുൺ രാജ്, ശ്രീ ബൈജു ചെറുകോട്ടയിൽ, രതീഷ്, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത് എന്ന് ഞാൻ അടിവരയിടാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ വോയിസ് ചാനൽ പ്രൗഢഗംഭീരമായി അതിൻ്റെ തുടക്കം കുറിക്കുന്നതിന് കഴിഞ്ഞതിൽ അതിൻ്റെ സംഘാടക സമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജോൺ ജോസഫ് സാർ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയങ്ങളുമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച അദ്ദേഹം എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം 100 കണക്കിന് മാധ്യമ സൃഷ്ടികൾ, പ്രത്യേകിച്ച് സവർണ മേൽക്കോയ്മയുടെ ഒരു മാധ്യമ ശൃംഖല പ്രവർത്തിക്കുന്ന ഒരു നാട്ടിൽ ഇത്തരമൊരു വോയിസ് ചാനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ ആശങ്കപ്പെട്ടിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ 2 കാരണങ്ങൾ കൊണ്ട് ഇതാവശ്യകത ആണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഒന്ന്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഒരു ചാനൽ കേരളത്തിൽ പ്രത്യേകിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനിവാര്യമായിരിക്കുന്ന, ഞാനിങ്ങനൊരു ശ്രമം നടത്തിയതാണ്. 10,000-കണക്കിന് ആളുകളുണ്ടെങ്കിലും ആ ശ്രമം എനിക്ക് ഒന്ന് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. രജിസ്ട്രേഷനൊക്കെ പുതുക്കിയതാണ് ആ ചാനലിന് വേണ്ടിയുള്ളത്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും കൈമുതലുള്ള ഒരു ടീം. ജോൺ ജോസ് ഫാദർ ഈ രംഗത്ത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഭവം
ഇങ്ങനൊരു ചാനൽ വേണം എന്നുള്ള ജഞ്ചലമായ വിശ്വാസവും ആഗ്രഹവും അത് അടിസ്ഥാന ജനതയ്ക്ക് ഗുണകരമാകുന്നു എന്നുള്ളതാണ് ഈ ചാനലിനെ വേറിട്ട് കാണുന്നത്. പലപ്പോഴും പല ചാനലുകളിൽ വരുന്ന വാർത്തകളൊന്നും നമ്മളുമായി ബന്ധമുള്ളതല്ല. നമ്മൾ രാവിലെ മുതൽ രാത്രി അസ്തമിക്കുന്ന സമയം വരെ എല്ലാ ചാനലുകളും മാറ്റിയും മറച്ചും നോക്കി. ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ട ബിഗ് TV എന്ന് പറഞ്ഞ ചാനൽ, ഈ ചാനലുകളിലും മാധ്യമരംഗത്തും ദളിത് സമൂഹത്തിൽപ്പെട്ട എത്ര ആളുണ്ട് എന്നുള്ള ഒരു ചോദ്യം, അതിനുത്തരം നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. കേരളത്തിൽ ആരുമില്ല എന്നുള്ള ഒരു വസ്തുത തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ തിരുമാവളുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു ചാനൽ തുടങ്ങാൻ അവർ കഴിഞ്ഞുണ്ട്. ഞാൻ അവരുടെ ഓഫീസിലൊക്കെ പോയിട്ടുണ്ട്. ദേശീയതലത്തിൽ ചില ചാനലുകളൊക്കെ ചില പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അടിസ്ഥാന വർഗത്തിനിടയിൽ ഉണ്ട് എങ്കിൽ കൂടി കേരളത്തിൽ ഇത്തരമൊരു ചാനൽ രൂപപ്പെടുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു പരാജയമാണ്. ആ പരാജയത്തെ മറികടന്നുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ശബ്ദമായി മാറുവാൻ, അവരുടെ നീറുന്ന നിരവധി പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യൻ വോയിസിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ ലോഞ്ചിങ്ങിൻ്റെ പോലും അംബേദ്കർ നഗർ എന്നാണ് പേരിട്ട്. എന്നെ അത് വല്ലാതെ ആകർഷിച്ചു. ഡോക്ടർ അംബേദ്കറുടെ പേരിലുള്ള ഒരു നഗറിൽ വെച്ച് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അരുൺരാജ് ഒരു സിനിമ, ഹൽമാവിൻ്റെ പേരിലുള്ളൊരു സിനിമ ഇറക്കാൻ വേണ്ടി എത്രയോ നാളുകളായി അദ്ദേഹത്തിൻ്റെ തീവ്രമായ പരിശ്രമം നടക്കുന്നു. എന്തുകൊണ്ടാണ് നടക്കാത്തത്? ഒന്ന്, ജാതിപരമായി അദ്ദേഹത്തിൻ്റെ ജാതി അദ്ദേഹത്തെ ഒരു പ്രശ്നമാക്കി മാറ്റുകയാണ്. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വലിയ ചലഞ്ച്, ഒരു കോളിളക്കം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സിനിമയാണ്. പക്ഷെ അദ്ദേഹത്തിനത് ഇറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടംതിരിയുന്ന ഒരു വലിയ കലാകാരനാണ്. പക്ഷെ അദ്ദേഹം ആ സ്വപ്നം ഒന്നും വ്യതിചലിച്ചിട്ടില്ല. ആ സ്വപ്നവുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഞാൻ ഈ ജോൺ ജോസഫിൻ്റെ ഈ നിശ്ചയദാർഢ്യം, മഹാനായ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുണ്ട്, ഐ ഹാവ് എ ഡ്രീം. ആ ഡ്രീമിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയത്തുള്ളൂ. വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഒരു ചാനൽ തുടങ്ങിയാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും, ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, ഇതിൻ്റെ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആശങ്കയില്ലാതെ ഒരു സ്വപ്നതുല്യമായ ഒരു പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമാണ്. അദ്ദേഹം ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ വൈദികരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രോഗ്രാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം കൂടി ഉണ്ട് എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. അതുകൊണ്ട് നിശ്ചയമായും ഈ ഇന്ത്യൻ വോയിസ് എന്ന ഈ ചാനൽ സമീപ ഭാവിയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു ചാനലായി മാറും എന്ന് ഞാൻ കരുതുകയാണ്. അതിനാവശ്യமான പിന്തുണ കൊടുക്കേണ്ടത്, അതിനാവശ്യமான സപ്പോർട്ടുകൾ കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. പലപ്പോഴും നമ്മുടെ ആളുകൾക്കിടയിൽ വിവിധ സംഘടനകളുടെ നേതാക്കന്മാരായിരിക്കുന്നത്, സഭകളിൽ വ്യത്യാസമുള്ള ആളുകൾ, സംഘടനകളിൽ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകൾ, പരസ്പരം അകലം പാലിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഈ ചാനലിലൂടെ തിരിച്ചു വരുവാൻ, ഒന്നാകുവാൻ കഴിയുന്ന ഒരു സുവർണാവസരം കൂടിയായി ഇത് മാറും. പലപ്പോഴും നമ്മുടെ ഇടയിലെ പ്രമുഖരായ ഒട്ടനവധി ആളുകൾക്ക് ചാനൽ ചർച്ചകളിൽ പോലും അവസരം ലഭിക്കുന്നില്ല. ഞങ്ങളൊക്കെ അപൂർവമായാണ് ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നത്. അതും വളരെ കുറച്ച് സമയമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന, അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യൻ വോയിസ് ചാനൽ മുന്നോട്ട് വന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ രാഷ്ട്രീയ അധികാരം എന്നുള്ള ഒരു വിഷയമാണ്. അധികാരത്തിന് പുറത്തു വെക്കുന്നൊരു സമൂഹത്തെക്കുറിച്ചുള്ള
ചർച്ചകളിപ്പോൾ കേരളത്തിലെമ്പാടും നടക്കുന്നു. ഓരോ സംഘടനകളും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്ത അടിസ്ഥാന വർഗത്തിൻ്റെ അധികാരമെന്നുള്ള ആശയം അകലങ്ങളിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അംബേദ്കർ പറഞ്ഞു, അധികാരമില്ലാത്ത ഒരു ജനവിഭാഗത്തിന് അവകാശങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പറഞ്ഞു, നിങ്ങൾ അധികാരവർഗമായി മാറണമെന്നാണ്. അധികാരവർഗമായി മാറുന്നതിന് ഈ ചാനൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അടിസ്ഥാന വർഗങ്ങളുടെ മുന്നേറ്റത്തിന് ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയയുമൊക്കെ അനിവാര്യമായൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജോൺ ജോസഫ് സാർ പറഞ്ഞതുപോലെ നാളുകളിൽ രൂപപ്പെടാൻ പോകുന്ന പ്രസക്തമായി നിൽക്കുന്ന ഒരു സമൂഹം, അടിസ്ഥാന വർഗങ്ങൾ, അവരുടെ ഒരു ഐക്യനിര കാലഘട്ടത്തെ രൂപപ്പെട്ടു വന്നൊരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി കേരളത്തിൽ വന്നാൽ അതിന് ഏറ്റവും അധികം ഗുണകരമായി ഈ ചാനൽ മാറും, അതിൻ്റെ പ്രവർത്തനങ്ങൾ കരുത്തായും തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ അതിന് ഞാൻ പ്രദാനം ചെയ്യുന്ന CSTSൻ്റെ എല്ലാവിധ പിന്തുണയും ഞാനിവിടെ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നൽകും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിത് കൂട്ടായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊരു സമൂഹത്തിന് കേരളത്തിലെ 14 ജില്ലകളിലും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, ഇന്നും ഭൂമിയില്ലാത്ത ആളുകൾ, വീടില്ലാത്ത ആളുകൾ, വിദ്യാഭ്യാസം ചെയ്യുവാൻ മാർഗമില്ലാത്ത ആളുകൾ, ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ, അവരുടെ വിഷയങ്ങളെ ആരോട് പറയുമെന്നോർത്ത് വിഷമിക്കുന്ന ആളുകൾ, അങ്ങനെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന അടിസ്ഥാന വർഗത്തിന് താങ്ങുന്നണലുമായി മാറുവാൻ കഴിയുന്ന ഒരു ശബ്ദമായി ഇന്ത്യൻ വോയിസ് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ഇത് നാളുകളിൽ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും, പ്രത്യേകിച്ച് അടിസ്ഥാന വർഗങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നായി മാറും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ജഗദീശ്വരൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. വൈദിക ശ്രേഷ്ഠന്മാരുടെ ബിഷപ്പുമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടക്കുന്നൊരു ചടങ്ങാണ്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൂടി ഇതിനുണ്ട് എന്ന് ഞാൻ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ തുടക്കം മോശമായിട്ടില്ല, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങൾക്ക് എല്ലാവിധ കരുത്തും ആത്മവിശ്വാസവും ഉണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇന്ത്യൻ വോയിസ് കമ്മ്യൂണിറ്റി ടെലിവിഷൻ ഈ പ്രോഗ്രാം, അതിൻ്റെ തുടക്കം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എന്നെ വിളിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.